Guys, welcome back. This is me, Niral Gaming. സോ നമ്മൾ തന്നിരിക്കുന്നത് നമ്മുടെ സുധി അണ്ണൻ്റെ വേൾഡ് എക്സ്പ്ലോറേഷൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ്. ആൻഡ് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ പാർട്ടി നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഏരിയ, അതായത് സുധി അണ്ണൻ്റെ ആ ഒരു വീട് ഇരിക്കുന്ന ഏരിയ ഫുൾ എക്സ്പ്ലോർ ചെയ്തതാണ്. ഇനി കേസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിങ്ഡം ഓഫ് രാധയിൽ പോവും, പിന്നെ ഫാക്ടറി ഐലൻഡിൽ നമ്മൾ പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു എൻപോർട്ടിൻ്റെ അവിടെ കുറച്ച് അലങ്കാരമൊക്കെ വെച്ചിട്ടുണ്ട്, അതും കൂടെ കണ്ടിട്ട് അതിനകത്തും കയറിയത് ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ അതിൻ്റെ ആ ഒരു നോക്കി നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാനും മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. സോ ഗൈസ്, വേറൊരു കാര്യം, ഞാൻ ഇനി തൊട്ട്, അതായത് ഈ ഒരു ഇൻട്രോ കഴിഞ്ഞിട്ട് ഗ്രാഫിക്സ് ഈ ഒരു സീഡർ പാക്ക് ഞാൻ ഓഫ് ചെയ്യുന്നതായിരിക്കും. അതർവൈസ് ഈ ഫാക്ടറിയിലൊക്കെ പോകുമ്പം ഒന്നും മനസ്സിലാവത്തില്ല, അമ്മാതിരി FPS ഡ്രോപ്പാണ്. സോ ഗൈസ്, വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. രാധി കൊട്ടാരത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ റാണി താമസിക്കുന്ന സ്ഥലമാണ് ഗൈസ് ഇത് നമ്മുടെ കിങ്ഡം ഓഫ് രാധിയുടെ രാജ്ഞി താമസിക്കുന്ന സ്ഥലമാണ് ഗൈസ്. നമ്മുടെ ഇവിടെ 2 സോൾജേഴ്സ് ഉണ്ട്. ഇവിടെ കയറി വരുമ്പോൾ ദാണ്ട ഗൈസ് ഇവിടെ ഒരു തന്നെ തൂക്കിക്കൊല്ലുകയാണ് ഗൈസ്. ഇവിടെ തൂക്കിക്കൊല്ലുകയാണ്. നീ ചാവൂടാ, നീ ചാവും, കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ കുതിരാൾ ജോൺ കൊള്ളടാ മോനെ. ആർത്തർ, ഓക്കെ ഗൈസ്, ആർത്തർ മറ്റേ RDR2 സോ ഗൈസ്, നമ്മുടെ ഇവിടെ കുറച്ച് ഭടന്മാരും ആൾക്കാരും ഒക്കെ ഈ സാധനങ്ങൾ കൊണ്ടുവരണം ഗൈസ്, റാണിക്ക് വേണ്ടി കഴിക്കാനും ഇതിനൊക്കെ. പെട്ടെന്ന് പോയി കൊടുക്കുക, റാണിക്ക് ദേഷ്യം വരും കേട്ടോ, അല്ലെങ്കിൽ നിന്നെയൊക്കെ പിടിച്ച് കൊല്ലും. റാണി അമ്മാതിരി വലിയ കഴിവുള്ള ആളാണ്. സോ ഗൈസ്, നമ്മുടെ ഇങ്ങോട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഗൈസ്, ഇവിടെ ഒരു ജയിലുണ്ട് ഗൈസ്. ഈ ഒരു ജയിലിനകത്ത് ഗൈസ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ക്രീപ്പറല്ല, ഒരു സോംബി അണ്ണൻ, അല്ല ക്രീപ്പർ തന്നെ. ഇത് നമ്മുടെ പൊട്ടിത്തെറിക്കുന്ന അണ്ണൻ. എന്താണ് ആ പൊട്ടിത്തെറിക്കുന്നില്ലേ അണ്ണനെ ജയിലിൽ പിടിച്ചിട്ട് വേണ്ട ഒരു ചിരന്തി, ഇവിടെ വലിയ ചിരന്തിയുണ്ട് ഗൈസ്. നമ്മുടെ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും നല്ലതാണ് ഗൈസ്. ഇവിടെ നമ്മുടെ ഭടൻ ഇവനെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകണം ഗൈസ്. ഇവൻ പാവം ചാവാൻ പോകുന്നു ഗൈസ്. പിന്നെ ഇവിടെ വന്നാൽ അവനെ കണ്ട ഭടനായിട്ട് വിചാരിക്കരുത്, കാരണം അവൻ ഏതോ സോംബിയാണ്. സോംബിയല്ല, ഇവനെ കണക്കത്തൊരു തന്നെ. ഇവനെ നമ്മുടെ സൈഡിൽ ഇരിക്കുന്നവൻ, മീൻസ് സൈഡിൽ ഇരിക്കുന്നവനല്ല, ഒരു സോംബിയാണ് ഗൈസ്. നമ്മൾ നേരെ വരുമ്പോൾ ഗൈസ് നമ്മുടെ റാണി കണ്ട ഗൈസ്. നമ്മുടെ റാണിക്ക് വണക്കം കൊടുക്കാം. വണക്കം റാണി, വണക്കം. നമ്മളെയൊക്കെ മറന്നോ? നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മുടെ സുധിയണ്ണൻ്റെ ഫ്രണ്ട്സാണ്. നമ്മുടെ റാണിയുടെ സോഡ് ഇവിടെ പുറത്ത് നോക്കുവാണെങ്കിൽ ഇൻറ്റീരിയറൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ സൈഡാണ് ഗൈസ് ഇവിടെ. ആൻഡ് നമ്മുടെ ഇവിടെ ഗൈസ് യുദ്ധം നടക്കുവാണ് ഗൈസ്. ഇവിടെ ഒരു യുദ്ധം പൈററ്റ്സ് ആയിട്ട് ഗൈസ്. ഇവിടെ സ്റ്റാൻഡ് അതുകൊണ്ടൊരു കോഴി ഗൈസ്, ആണ്ട കോഴി ഉണ്ടാ, ഒരു കോഴി ഗൈസ്. കോഴി എന്താണ് മോനെ, സുഖമാണോ? ആണ്ട് ഇവിടെ ഗൈസ് ചോരയൊക്കെ ഉണ്ട്. ആണ്ട് ഇവിടെ ഒരു ഏറി നിൽക്കുന്നു ഗൈസ്. ഇവനെ കൊല്ലാൻ നോക്കുവാണ് ഗൈസ്, ഏറി നിൽക്കുക പാവം. ആണ്ട് ഒരുത്തൻ കല്ലി കൂടെ ഒക്കെ ചാടി വരുന്നു ഗൈസ്. ഇത് ഏതാണടാ? ക്രിയേറ്റിവിറ്റി കഴിവുള്ളവനാ. എൻ്റെ ഇവിടെ 2 മിസൈൽ ഇടുന്നവന്മാർ. എൻ്റെ ഗൈസ് നമ്മുടെ ഇവിടെ വേറെ നമ്മുടെ ഇങ്ങോട്ട് വരിക. ആൻഡ് ഇത് നമ്മുടെ ഈ സൈഡിൽ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ബ്ലാക്ക് നമ്മുടെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കായാണ്ട റാണി വണക്കം. ആണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു സീക്രട്ട് റൂം ഉണ്ടെന്നാണ് നമ്മുടെ സുധിയണ്ണൻ പറഞ്ഞത്. സുധിയണ്ണൻ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ഗൈസ്. നമ്മുടെ ഇതിൽ കൂടെ പോയാൽ നമ്മുടെ കിങ്ഡം ഓഫ് രാധിയിലെ റാണിയുടെ സീക്രട്ട് ലൊക്കേഷൻ ഗൈസ്. ഇതാണ് ഗൈസ് സീക്രട്ട് ലൊക്കേഷൻ. ആരിലൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യാൻ. ഇവിടെ നമ്മുടെ ആർമറൊക്കെ ഉണ്ട്, ആർമർ സെറ്റ് ഗൈസ്. ഇവിടെ തിന്നാനുള്ള കുരുവൊക്കെ ഉണ്ട്. ബെഡാണ്. ആൻഡ് നമ്മൾ മുകളിലോട്ട് കയറുക. ഇത്ര ഉള്ളതെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ഇതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന്. അത് നമുക്ക് നോക്കാം. ആൻഡ് നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് പോയി. സോ ഗൈസ്, വണക്കം റാണി, വണക്കം. നമ്മളിപ്പം ഇറങ്ങുകയാണ് ഗൈസ് ഈ ഒരു കൊട്ടാരത്തിൽ. ഇത് നമ്മുടെ കൊട്ടാരം സെറ്റാണ്. ആൻഡ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം നോക്കണേ, നമ്മുടെ റാണിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെയൊക്കെ ഞാൻ വെക്കത്തില്ല. എനിക്ക് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ റാണിയുടെ സ്റ്റാച്ചു ഗൈസ്, ഈ ഒരു സ്റ്റാച്ചു ഉണ്ട് ഗൈസ്. എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ് ഗൈസ്, ഇമ്മാതിരി റാണി സ്റ്റാച്ചുവേ. ആൻഡ് ഗൈസ് ഇവിടുത്തെ ബ്യൂട്ടി, ഈ നേച്ചർ ബ്യൂട്ടിയൊക്കെ ഫുള്ളാ സുധിയണ്ണൻ അത് കണ്ടുകൊണ്ട് വേണ്ടി ഉണ്ടാക്കിയാണ് ഗൈസ്. നമ്മൾ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മീൻകാരൻ, ഒരു പമ്പിനും ഈ സാധനം മത്തങ്ങയൊക്കെ വിൽക്കുന്നവൻ ഗൈസ്. ഇവിടെ തടിയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, തടിപ്പണി നടക്കുന്ന സ്ഥലമാണ് ഗൈസ്. ഓക്കെ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ
ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. പണിയണം കേട്ടോ, പണിഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പം നമ്മളിവിടെ ബെഞ്ച് ഇതൊക്കെ പണി വെച്ചിട്ടുണ്ട്. അവിടെ പണി വെച്ചിരിക്കുന്നതാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇത് സാധാ ഒരു മനുഷ്യൻ ഈ ബെഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചാടുവാണ് ഗീസ്. സാധാ മനുഷ്യനാണ് സുധിയണ്ണൻ പറഞ്ഞത്. സുധിയണ്ണനാണ് പറഞ്ഞത്. സുധിയണ്ണൻ പറഞ്ഞാൽ വേറെ നമ്മളൊന്നും തിരിച്ച് പറയരുത്, കാരണം സുധിയണ്ണനാണ് ദൈവം. അപ്പം നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അടുത്ത കാണുന്ന വീട്ടിൽ കയറുവാണ് ഗീസ്. ഇത് എനിക്ക് തോന്നുന്ന റെസ്റ്റോറൻറ്റ് അതെ ഗീസ്, നമ്മുടെ റെസ്റ്റോറൻറ്റും ഹോട്ടലുമാണ് ഗീസ്. ഇവിടെ മീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പൂച്ചയാണ്, പൂച്ച സാർ. ഇവിടെ ഒരു കുക്കിംഗ് ഒക്കെ ഉണ്ട് ഗീസ്. നമ്മളിതിൻ്റെ ഇവിടെ കയറുകയാണെങ്കിൽ ഇവിടെ ഒരു ഞാൻ സ്റ്റോറി ഉണ്ട്. ഈ ഒരു ഇതിൽ കൂടെ അല്ല, ഇത് സാധാരണ റൂം ഗൈസ്. ഇവിടെ റൂം ഹോട്ടലാണ് ഗൈസ്. നമ്മൾ അടച്ച ഇവിടെ ഒരുത്തനുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുകൊണ്ട് ഒരു പൂച്ച സാറുണ്ട്. നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മുടെ VIP റൂം, അതായത് ഇതിൻ്റെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് മുകളിലൊരു VIP റൂമാണ് ഗൈസ്. ഈ VIP റൂമാണ് ഗൈസ്. ഇതിനകത്ത് ഒരു സ്റ്റോറി ഉണ്ട്. ഷിറ്റ്, കയറാൻ പറ്റുന്നില്ല. കയറി ഓക്കെ ഗൈസ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഗൈസ് ഇവിടെ ഒരു പൈററ്റ് നിങ്ങളുടെ ഇവൻ അതാണ് ഗൈസ് നമ്മുടെ ഈ ഹോട്ടലിന് താമസിക്കാൻ വന്ന VIP ആണ് ഗൈസ്. അപ്പം അവനെ കൊള്ളയടിക്കാൻ വേണ്ടി നമ്മുടെ താഴെ നമ്മുടെ പയ്യനാണ് ഗൈസ്. അപ്പം കൊള്ളയടിക്കാൻ വേണ്ടിയാണ്. എല്ലാം ഊറ്റിക്കോ, ഒന്നും പേടിക്കേണ്ട, എല്ലാം ഊറ്റിക്കോ. ഇവനൊക്കെ കുറേ കിട്ടുന്നതാണ് ഗൈസ്. ഇവനൊക്കെ കുറേ പൈസ ഞണ്ണുന്നതാണ് ഗൈസ്, പൈസ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങാൻ പറ്റില്ലല്ലേ, ഇറങ്ങി. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. സോ നമ്മൾ താഴോട്ട് പോയി. ആൻഡ് നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ രാത്രിയായി ഗൈസ്, രാത്രിയായി. ആൻഡ് പിള്ളേരൊക്കെ ഓടുന്ന ഗൈസ്, പിള്ളേരാണ് ഗൈസ്, ഓടുകയാണ് ഗൈസ് പിള്ളേരൊക്കെ. ആൻഡ് ഗൈസ് അതാണ് നമ്മുടെ സ്കൂള് ഗൈസ്. സ്കൂള് ഇവിടെ അടുത്ത് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ എന്തായിരുന്നു വെച്ചാൽ നിരങ്ങുന്ന സാധനമില്ലേ, ആ സാധനമാണ് ഗൈസ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ആൻഡ് നമ്മൾ സ്കൂളിനകത്തോട്ട് കയറണം ഗൈസ്. ഇവിടെ പിള്ളേരൊക്കെ രാത്രി ഇരുന്ന് പഠിക്കുന്നു ഗൈസ്. എന്നാലും ഞാൻ ഉറങ്ങിയിട്ട് വരാം ഗൈസ്. എനിക്കൊരു ഉറക്കം വരുന്നുണ്ട്, പിള്ളേർക്ക് ഉറക്കം വരുന്നില്ല. എന്തൊരിതോ എന്തോ. എടാ പിള്ളേർ രാത്രിയോട്ട് ഇതേ കണക്കിരുന്ന് പഠിക്കുകയാണ് ഗൈസ്. സാറിനൊന്നും ഒരു ദയാദാക്ഷിണ്യവും ഇല്ല, എല്ലാവരുമായിട്ട് പഠിപ്പിക്കുക. പിള്ളേരൊക്കെ കിടന്ന് ചാവും കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഗൈസ് ഇവിടെ ഒരു കറുത്ത പൂച്ചയാണ് പഠിപ്പിക്കുന്നത്. താഴെ നമ്മുടെ വെളുത്തണ്ണനാണ്, ഇവിടെ കറുത്തണ്ണനാണ്. അത് നമ്മൾ റേസിസം, അതൊന്നും നോക്കരുത്, വിടണം ഗൈസ്. ഇവിടെ മുകളിൽ നോക്കുമ്പം ഇവിടെ ഒരു കെമിസ്ട്രി ലാബാണ്, ഏതൊരു ലാബുണ്ട് ഗൈസ് ഇവിടെ പിള്ളേർക്ക് പഠിക്കാനൊക്കെയാണ്. നമ്മുടെ ഡ്രാഗൻ്റെ തലയൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ താഴെ വന്നു. ഓക്കെ ഗൈസ്, നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങണം ഗൈസ്. നമുക്ക് സ്കൂളൊന്നും വയ്യ, നമ്മൾ സ്കൂള് വേണ്ട ഗൈസ്. ഇവിടെ ഒരു മുട്ടായി കടയാണ് ഗൈസ്. ഇവിടെ വലിയ മുട്ടായികളൊക്കെ, ഇവിടെ മുട്ടായൊക്കെ ഇതിനകത്ത് വെക്കുന്ന ഒരുത്തൻ നോക്കുന്നത്. ആൻഡ് ഇവിടെ നിന്നാണ് നമ്മുടെ മുട്ടായുടെ സ്റ്റോർ റൂം എന്നാണ് നമ്മുടെ സുധിയണ്ണൻ പറഞ്ഞേക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, സുധിയണ്ണൻ പറഞ്ഞ സത്യമായിരിക്കും. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ തടിയൊക്കെ ഗൈസ്, ഇത് നമ്മുടെ ക്ലോക്ക് ടവർ ഇതാണ് ക്ലോക്ക് ടവർ. ആണ്ട് ഈ ഒരു ക്ലോക്ക് ടവറാണ്. ഇതിൻ്റെ അകത്ത് സ്പീഡിൻ്റെ കൂട്ടുന്ന ആ സാധനമൊക്കെ ഉണ്ട് നമ്മൾ താഴോട്ട് വരുമ്പം. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇറങ്ങാം. ഓക്കെ, ഇവിടെ നമ്മുടെ കോയിൻ ഇടുവാണ് ഗൈസ്. ഇവൻ ലക്കിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഫൗണ്ടനിൽ കോയിൻ ഇടത്തില്ലേ, അങ്ങനെ ഇടുന്നതാണ് ഇവൻ. പിന്നെ ഒരുത്തൻ ഇവിടെ ഫിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. എന്തിനാന്ന് പോലും ഒരാൾ മീനില്ല. ഗൈസ് നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇവിടെ അടുത്തത് ഇത് നമ്മുടെ ആർമർ സ്റ്റാൻഡാണ്. അത് തന്നെ ആർമർ സ്റ്റാൻഡിൻ്റെ വിൽക്കുന്ന സ്ഥലമാണ് ഗൈസ്. ഇവിടെ അടുത്ത് ആർമറൊക്കെ നോക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്. ആൻഡ് ഓക്കെ അണ്ണാ, ഇറങ്ങുവാണ്. ആൻഡ് ഇവിടെ നിന്ന് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഒരു വലിയ ഇത്. ഇങ്ങോട്ട് വരുമ്പോൾ വേറെ എനിക്കൊന്നും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, നീ ഇതൊക്കെ കാണിക്കാനുള്ളത്? അതാണ്ട് അവിടെ ഇവിടെ ഒരു പണി നടക്കുന്ന വീടുണ്ട് ഗൈസ്. പണി നടക്കുകയാണ് ഗൈസ് ഇവിടെ. ആൻഡ് എല്ലാ പണിയൊക്കെ നടക്കണം കേട്ടോ, അതൊക്കെ പെട്ടെന്ന് നടക്കണം. അതൊക്കെ തീർക്കാനുള്ളതാണ്. നാളെയല്ല, 2 ദിവസം എടുക്കും ഗൈസ്. ഇതാണ് നമ്മുടെ പോർട്ട്. ഇവിടുത്തെ സോംബീസ് ഇരിക്കുന്നത് ഗൈസ്. മാറും. നമുക്കിനി അടിക്കാനൊന്നും വയ്യ, ഇനി ഭ്രാന്തെടുക്കും. ഇനി അടിച്ചാണ്ടിരുന്ന് അടിക്കത്തേ ഉള്ളൂ. അവനൊക്കെ ഇപ്പോൾ ചത്തോളൂ ഗൈസ്. ഇവിടെ നമ്മുടെ ക്ലോക്ക് ടവർ ഉണ്ടോ ഗൈസ്? ക്ലോക്ക് ടവർ അല്ല, സോറി, ലൈറ്റ് ഹൗസ്. നമ്മളിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. അപ്പം ഇതിൽ കൂടെ വള്ളി പിടിച്ച് കയറണം. വള്ളി പിടിച്ച് കയറി. ഓക്കെ, ഇവിടെ കുടുങ്ങിയും. അയ്യോ അണ്ണാ, ഒന്നുകൂടെ. അത്രയേ ഉള്ളൂ ഗൈസ്, കിട്ടി. അപ്പോൾ കയറുവാണ്. കയറി നമ്മൾ ടോപ്പ് എത്തി. ഇല്ല, എൻ്റെ എത്തിയില്ല. ഇനിയുണ്ട്. ഇവിടെയാണ് നമ്മൾ ടോപ്പ് എത്തി ഗൈസ്. അവിടെയാണ് ഗൈസ് നമ്മുടെ ഫാക്ടറി ഐലൻഡ്. കാണാമോ ഗൈസ്? അതാണ് നമ്മുടെ ഫാക്ടറി ഐലൻഡ്. സോ നമുക്ക് ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ ഇറങ്ങാം അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇറങ്ങാം.
ആൻഡ് നമുക്ക് പൊട്ടിച്ചിറങ്ങാം. ആൻഡ് ബാ ഓക്കെ, നമ്മൾ തുറന്ന് കയറുവാണെങ്കിൽ ഓ മച്ചേ തേനാണ്, കുഴപ്പമില്ല. ഇവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവർ ലോഡ് ചെയ്യണം ഗീസ്, ഈ ആൾക്കാരൊക്കെ അവരൊക്കെ ലോഡ് ചെയ്യാൻ നടക്കുവാണ് ഈ സാധനമൊക്കെ. ആൻഡ് നമ്മുടെ ഫാക്ടറി അതിന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഷിപ്പ് നോക്കാം ഗൈസ്, ഷിപ്പ് നോക്കാം, അതാണ് എൻ്റെ ആദ്യമേ. ഓക്കെ, ആൻഡ് ഷിപ്പിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ കുറേ വില്ലേജസ് കാണും. എല്ലാ സാധനങ്ങളും വയ്ക്കാനാണ് ഈ നമ്മളിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. സമയം പോകുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ നോക്കരുത്. പെട്ടെന്ന് ഓടിച്ചു വേണമെങ്കിൽ. അതിൻ്റെ താഴെയുണ്ട് കുറേ സ്മെൽറ്റേഴ്സും. നമുക്കിത് നോക്കിക്കൊണ്ടിരുന്ന കുറേ സമയം എടുക്കും. ആൻഡ് നോക്കാനുള്ള ആവശ്യമില്ല നമുക്ക്. അതായത് ഇത്രയും കുറേ ഉണ്ട് വില്ലേജസ്. നമ്മൾ മുകളിലോട്ട് കയറുന്നു, നമ്മുടെ ഫാക്ടറിയിലോട്ട് പോകും. ഫാക്ടറിയിലോട്ടും നമ്മൾ എല്ലാ ഇതും ഫാം നോക്കുവാണെങ്കിൽ നമ്മൾ കുറേ നേരം എടുക്കും. സോ ഞാൻ പെട്ടെന്ന് ഈ ഒരു കാര്യം മാത്രം പറയാം ഇതിനകത്ത് നിന്ന്. ഇത് അയൺ ഫാം. നമ്മൾ ഈ താഴെ പോകുന്ന ഈ പൈപ്പ് കണ്ടോ, ഈ ഒരു പൈപ്പ്, ഇത് നമ്മൾ തുടങ്ങുന്നത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആണ്ട് ഈ പൈപ്പൊക്കെ ഉണ്ടോ, ഈ പൈപ്പ്, ഇതിനകത്ത് നിന്ന് ഇവിടെ നിന്ന് കണ്ടാന്ന് ആണ്ട് ഈ ഒരു ഫാമിൽ അതാണ്ട് ഇവിടെ കണ്ട ഇവിടെ ഈ ഒരു പൈപ്പിനകത്ത് നോക്കണം. അതുകൊണ്ട് ആ ഗൈസ് പൈപ്പിനകത്താണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പോവാണ്. ആൻഡ് ഈ ഫാമിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ പോകുന്നത്. ഇത് പോയി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ആണ്ട് ഇവിടെ നിന്ന് എല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട് ഗൈസ്, ഈ ഒരു ലൈനിൽ നിന്നൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പോയി ഇങ്ങനെ പോയി. ഓക്കെ, നമ്മൾ ഗൈസ് ഇതിലേക്ക് പോയപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ പോയി ആ ഒരു ബിൽഡിങ്ങിലോട്ട് എത്തും. ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കാൻ നമ്മുടെ സുധിയണ്ണൻ ഭയങ്കര ഇഷ്ടമാണ്. ആ സുധിയണ്ണൻ പറഞ്ഞാണ് നമ്മുടെ സുധിയണ്ണൻ്റെ ഒരു എക്സ്ക്ലൂസീവ് കാര്യമാണ്, സുധിയണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. നമ്മൾ തുറക്കുമ്പോൾ ഗൈസ് ഇവിടെ കുറേ ചെസ്റ്റ്, ഈ എല്ലാ ഫാമിൽ നിന്ന് എല്ലാ വരുന്ന സാധനങ്ങളും ഈ ചെസ്റ്റുകളിൽ വന്ന് ഓരോരോ താഴെ കിടക്കുന്നിടത്ത് വന്ന് കിടക്കും. ആൻഡ് ഗൈസ് ഇവിടെ അയൺ ഓക്കെ എല്ലാം ഉണ്ട്. നമ്മുടെ സ്ലൈം ആൻഡ് താഴെ ഇവിടെ കുറച്ച് ഫാമേഴ്സ് ഇതുണ്ട്. ഈ ഫാമിൻ്റെ ഈ ട്രേഡൊക്കെ ചെയ്യാനാണ്. അല്ല അവിടെ പോർട്ടലുണ്ട് ഗൈസ്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് ഞാനിപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് ഗൈസ്, ഈ പോർട്ടലിൻ്റെതായി. അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. ഞാൻ നോക്കി. സോ ഇവിടെ നമുക്കിനി പോർട്ടൽ റൂമിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ പോർട്ടലിൽ ആ ഒരു ഏരിയ എത്തിക്കുകയാണ് ഗൈസ്. നമ്മുടെ പോർട്ടലിനകത്തോട്ട് കയറുവാണ്. ആൻഡ് യെസ് ഗൈസ്, നമ്മൾ പോർട്ടലിനകത്തോട്ട് കയറി. നമുക്ക് ആദ്യമേ നമ്മുടെ ഈ ഒരു പോർട്ടൽ റൂമിൻ്റെ സ്റ്റോറേജ് നോക്കാം. ഈ ഒരു സ്റ്റോറേജിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു ബിൽഡിങ്, അതായത് ഈ ഒരു പോർട്ടൽ ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു സ്റ്റോറേജേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇല്ല. ഈ സഭ മുകളിലോട്ട് തരട്ടെ. ആൻഡ് നമ്മുടെ പോർട്ടൽ റൂം ഇതാണ് ഗൈസ്. ഇവിടെ കുറേ എണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യമേ നമ്മുടെ ഫാം. പിന്നെ ഇതിനകത്തൊന്നും എല്ലാത്തിനൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അതിനകത്ത് ചിലതിന് മാത്രമേ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് പോവേണ്ടത് ആദ്യമേ ഫാക്ടറി നമ്മുടെ പോവേണ്ടത് നമ്മുടെ റോക്കറ്റ് ഫാക്ടറി ഇവിടെയാണ്. നമ്മുടെ റോക്കറ്റ് ഫാക്ടറി ആണ് ആദ്യമേ പോകുന്നത് നമ്മൾ. സോ ഗൈസ് നമ്മൾ റോക്കറ്റ് വിട്ട് ഇവിടെയാണെന്ന് തോന്നുന്നു, ഈ അടുത്തിവിടെയാണ്. സോറി ഗൈസ്, നമ്മുടെ സ്ഥലം മാറിപ്പോയി. ആണ്ട് ഇവിടെയാണ് ഗൈസ് നമ്മുടെ റോക്കറ്റ് ഫാക്ടറി. അതിൻ്റെ ഒരു കളർ തീമുണ്ടോ ഗൈസ് ഒരു ഏരിയയുടെ, അങ്ങനെ ആക്കിയതാണ് ഇത് റോക്കറ്റിൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഗൈസ് നമ്മൾ റോക്കറ്റ് ഫാക്ടറി പോണ്. സോ നമ്മുടെ റോക്കറ്റ് ഫാക്ടറി എത്തിയിട്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ റോക്കറ്റ് ഫാക്ടറി. ഇവിടെ നമ്മുടെ ക്രീപ്പേഴ്സ് വരുന്നതായിരിക്കും. അപ്പം നമ്മളതിനെ കൊല്ലണം. അപ്പം നമ്മൾക്ക് താഴെ പെട്ടി എടുക്കുന്നില്ല. ആണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഡിസ്ക്സും സാധനങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യും. സോ റോക്കറ്റും ഡ്രോപ്പ് ചെയ്യും. സോ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് പോകാം ഗൈസ്. അല്ല വെയിറ്റ്, നമുക്ക് പുറത്ത് കാണിച്ചു തരാം. ഈ പുറത്ത് ഇവിടെ ഒരു ഇതുണ്ട് ഗൈസ്, നമുക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ക്രീപ്പർ ഉണ്ടോ ഗൈസ്? ഈ ക്രീപ്പറിനെ ഇതൊരു ഡിസൈന്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഡിസൈൻ വേണ്ടി മാത്രമാണ് ആ റോക്കറ്റിനകത്ത് നമ്മുടെ ക്രീപ്പറിനെയും കയറ്റിക്കൊണ്ട് പോകുന്നത്. സോ ഗൈസ് നമ്മളിവിടെ വന്ന് നമുക്കിനി പോകാം ഗൈസ്. ഇത് സ്പോൺ ആവുന്നില്ല, കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം സ്പോൺ ആവാൻ. വെയ് നമുക്കിപ്പം ഇപ്പോൾ കാണിച്ചില്ല. ഇവരിങ്ങനെ ഈ ഇതും വെച്ചിട്ട് ഇങ്ങനെ കൊല്ലണം. അപ്പോൾ താഴോട്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻ കിട്ടും. നമുക്ക് അതിൻ്റെ ഡ്രോപ്സ് നമുക്ക് ഇതിനകത്ത് പെട്ടിയിൽ കിട്ടും. സോ ഗൈസ് നമുക്ക് സമയമില്ല ഗൈസ്. മെയിൻ കാര്യം എന്നാ സമയമില്ലാത്തതുകൊണ്ടാണ് ഗൈസ് നമുക്കൊന്നും നേരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ് നമ്മുടെ പോർട്ടൽ റൂമിൽ നിന്നേക്കുവാണ്.
സോ നമുക്കിനി പോകാനുള്ളത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലേ നമ്മുടെ എന്തായിരുന്നു ഇത് നമ്മുടെ ആദ്യം നമ്മുടെ പോർട്ടൽ മെയിൻ റൂമിൽ പോകാം. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ ഏതായിരുന്നു നമ്മുടെ ഗാർഡൻ ഫാമിൽ നമുക്ക് പോകാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇവിടെ പോകാം. നമ്മുടെ നമ്മുടെ എൻ പോർട്ടൽ ഗൈസ് അവിടെ കുറച്ച് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ പോർട്ടൽ നമുക്ക് പോകാം. എൻ പോർട്ടൽ. സോ ഈ ഒരു റോക്കറ്റ് ഇടുന്നുണ്ട് നമുക്ക് സ്പീഡിൽ എത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ നമ്മൾ ആ ഒരു നമ്മൾ പോകാൻ പോകണം. യെസ് ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇതാണ് ഗൈസ് നമ്മുടെ സാധനം. ഓക്കെ ഇതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഏരിയ. അതായത് നമ്മുടെ ഈ സാധനങ്ങൾ പെട്ടി ഒന്ന് മാറ്റിട്ട് ഗൈസ് പെട്ടി മാറ്റിട്ട് ഓക്കെ ഫുഡ് കഴിക്കുക. ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു ഏരിയ. ഈ ഒരു റൂമാണ് നമ്മുടെ ഈ റൂമാണ് നമ്മുടെ ആ ഒരു എൻ പോർട്ടലിൻ്റെ വഴി. സോ ഇത് നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ എൻ പോർട്ടൽ എൻ്റെ എത്തിയേക്കാണ്. സോ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കുറച്ച് ചെറിയ ബിൽഡ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു UFO ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബട്ട് അത് കംപ്ലീറ്റ് അല്ല. ഇതെല്ലാം ഓരോരോ പോർട്ടൽസാണ് കേസ്. ഇത് ഈ ശർക്കര ഫാമത്തിൻ്റെയൊക്കെ അതിൻ്റെ എല്ലാത്തിൻ്റെ കുറേ ഉണ്ട് കേസ്. ഇതൊന്നും നമുക്ക് എല്ലാം നമുക്ക് നോക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്. ഇവിടെയാണെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ UFO. പിന്നെ ഗൈസ് എനിക്ക് തോന്നുന്നു ആ ഒരു സാൻഡുള്ള ഒരു സ്ഥലമില്ലേ ഗൈസ് ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അതിനകത്തോട്ട് കയറുന്നതാണെന്ന് തോന്നുന്നു. മറ്റേ ശർക്കർ ഫാം അങ്ങനെ കണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. സോ ഗൈസ് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഓക്കെ സോ നമുക്ക് പോവാം. ആൻഡ് നമുക്കിവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. നമുക്ക് ഇത്ര വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയില്ല ഗൈസ്. ഈ ഒരു എൻജിൽ നിന്ന് ഇറങ്ങാം. ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വേൾഡ്. എനിക്ക് ഇതുവരെയായിട്ടും അതിനകത്ത് ഇനിയും കുറേ കാണിക്കാനുണ്ട്. പക്ഷെ കാണിച്ചുകൊണ്ടിരുന്ന സമയം പൊക്കോണ്ടേയിരിക്കും. പോയി അവസാനം സമയം കൂടും ഗൈസ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. സോ ഇതാണ് നമ്മുടെ വീഡിയോ. ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻറ്റിനകത്തെ കണ്ടൻറ്റാണ് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ചെക്കൗട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെക്കൗട്ട് ചെയ്യണം. സോ അത് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ മെയിൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് ഇത് വേറെ പ്ലേലിസ്റ്റ് ഉണ്ട് ഇതിൻ്റെ. സോ ഗൈസ് ദാറ്റ്സ് ഓൾ ഗൈസ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് once more. Peace out guys. Peace out.